ഈ മേക്കപ്പിലേക്ക് വരുന്നതിന് മുമ്പ് എന്തൊക്കെ ജോലിയാണ് ചെയ്തിട്ടുള്ളത്? അയ്യോ, ചെയ്തിട്ടുള്ള ജോലികളാണെങ്കിൽ ഒരുപാട്. കുട്ടിക്കാലത്ത് അച്ഛന് ഈ ഐസൊക്കെ വിൽക്കുന്ന പണിയായിരുന്നു. നമ്മൾ കോലൈസ് അങ്ങനത്തെ ഐസ് ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റോള് പോലെ ഇങ്ങനെ ഇതായിട്ടുണ്ടാകുന്ന അങ്ങനെ ഐസൊക്കെ വിൽക്കുന്ന അങ്ങനത്തെ സംഭവമാണ്. അപ്പൊ നമ്മളിങ്ങനെ ആൾക്കാർ ഇങ്ങനെ ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുന്ന, അതാണ് ഏറ്റവും ചെറുതിലെ. അപ്പൊ അവധി ദിവസങ്ങളുണ്ട്. ഞാനും അനിയനും, അവൻ എന്നെക്കാളും 2 വയസ്സിന് ഇളയതാണ്. ഞങ്ങളൊരു എനിക്ക് തോന്നുന്നു 5ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന സമയത്ത്, 4ാം ക്ലാസ് 5ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ഈ പെട്ടിയിൽ ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ, അതാണ് ആദ്യം ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ചെയ്തിട്ടുള്ളത്, പിന്നെ അമ്മയൊക്കെ പോയി കഴിഞ്ഞു, തിരിച്ച് വീണ്ടും ഞങ്ങൾ അമ്മയുടെ അടുത്തേക്ക് വന്നു. ശേഷമാണ് ഞാൻ പെട്രോൾ പമ്പിലേക്ക് ജോലിക്ക് പോകുന്നത്. അപ്പോൾ എനിക്ക് പെട്രോൾ പമ്പിൽ ഭയങ്കരധികം മാനസികമായിട്ടും ആൾക്കാർ കളിയാക്കുക, മോശം പറയുക, ഒരുപാട്. കാരണം ചിലപ്പോഴൊക്കെ എനിക്ക് അവിടുന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങാനായിട്ട് ലേറ്റ് ആവും. അപ്പം ആ സമയം എനിക്ക് വാക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ പട്ടത്ത് പെട്രോൾ പമ്പിൽ നിന്ന് എൻ്റെ വീട് പുളിയറക്കോണത്തേക്ക് നല്ല ഒരുപാട് ദൂരമുണ്ട്. ആ ഒരു ദൂരം ഞങ്ങളുടെ 10:45 ബസ് പോകുന്നത്. അപ്പോൾ എനിക്ക് ഡ്യൂട്ടി കഴിയുക 10:30 കഴിയുക. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് 10:30 ഡ്രസ്സ് മാറി എന്നിട്ട് വേണം ഞാൻ ഇവിടെ PMGയിലേക്ക് എത്താനായിട്ട്. അപ്പോൾ അത്രയും ഒരു സമയം ചിലപ്പോൾ എനിക്ക് കിട്ടാറില്ല. അപ്പോൾ എനിക്ക് വരിക വേണം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് സ്ട്രഗിൾ. പിന്നെ എനിക്ക് ഈ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ആൾക്കാർ വളരെയധികം മോശമായിട്ട് പറയുക, നമ്മളോട് ചിരിച്ചു നിന്നിട്ട് നമ്മൾ അങ്ങോട്ട് മാറുമ്പോഴത്തേക്ക് നമ്മളെ കളിയാക്കുക, അവർ പരസ്പരം പറഞ്ഞ് ചിരിക്കുക, നമ്മളെ ചെവി കൊണ്ട് കേൾക്കുക, നമ്മളെ ഓരോ വട്ടപ്പേരിട്ട് വിളിക്കുക. അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. അങ്ങനെയാണ് ഞാൻ ഇവിടേക്ക് പോകുന്ന ജോലിക്ക്, ഈ ഫ്ലവർ മില്ലിലേക്ക് പോകുന്നത്. അവിടെ ഞാൻ ഒരു 1.5 വർഷക്കാലം ഞാൻ അവിടെ ജോലി ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു അവിടെയും ആ ഫ്ലവർ മില്ലിൻ്റെ ഓണറുടെ 2ാമത്തെ മകൻ വരുന്ന സമയത്ത് എന്നെ ഇതുപോലെ ഇങ്ങനെ മോശമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് വളരെയധികം. അന്ന് ഞാൻ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു അവരുമായിട്ട്, ഫാമിലിയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. എന്നെ അവരെ വീട്ടിലെ കുട്ടിയെ പോലെയാണ് കണ്ടിട്ടുള്ളതും. അവിടുന്ന് ഫുഡാണെങ്കിലും അവിടെ നിന്ന് കഴിക്കുക. അപ്പോൾ എൻ്റെ ഐഡന്റിറ്റി ഇത് ചെയ്തിട്ട് പുള്ളിക്കാരൻ ഭയങ്കര ഇതായിട്ടൊക്കെ മോശമായിട്ടൊക്കെ പറഞ്ഞു. എനിക്കപ്പോൾ പിന്നെ എനിക്ക് അങ്ങോട്ട് പോകുന്നതേ വെറുപ്പായി തുടങ്ങി. ആ വീട്ടിലേക്ക് പോകാൻ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും വെറുപ്പും ഒക്കെ. പക്ഷെ ബാക്കിയുള്ള എല്ലാവരും സപ്പോർട്ടാണ്. പക്ഷെ അവരെ മകനല്ലേ, അപ്പോൾ പിന്നെ അത് എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യില്ലല്ലോ ഒന്നും പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഭയങ്കര വിഷമത്തോടു കൂടിയാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അതിനുശേഷമാണ് ഞാൻ ഹോം നേഴ്സിന് പോകുന്നത്. ഹോം നേഴ്സിങ്ങിന് വേണ്ടിയിട്ട് ഒരു 1.5 വർഷക്കാലം ഹോം നേഴ്സായിട്ട് പോയിട്ടുണ്ട് പല സ്ഥലങ്ങളിലായിട്ട്. ഞാൻ ഈ TV പ്രോഗ്രാമിലൊക്കെ അപ്പോഴാണ് ചെയ്തു തുടങ്ങുന്നത്. കോമഡി പ്രോഗ്രാം, സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്തു തുടങ്ങുന്ന ആ സമയത്താണ്. അവിടെയും ഇതൊക്കെ തന്നെയായിരുന്നല്ലോ ശരിക്കും, ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു. അയ്യോ, ഒരുപാട്. ഞാനൊരു അച്ചാച്ചനെ നോക്കാൻ പോയ സമയത്താണെങ്കിൽ ഞാൻ മുകളിലത്തെ നിലയിലാണ്, അച്ചാച്ചൻ കിടത്തിയിരിക്കുന്ന മുകളിലത്തെ നിലയിലാണ്. അവർ ഫുഡ് കൊണ്ട് ഡോറിന്റെ പുറത്ത് കൊണ്ട് വെച്ചിട്ട് ബെല്ലടിച്ചിട്ട് പോയി കളയുക, അങ്ങനെയൊക്കെ നമ്മളെ എന്തോ ഒരു ഇതുപോലെ. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു വേർഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നമ്മളെ ഒരു ഇതായിട്ട് അദ്ദേഹത്തിനെയും കാണുന്ന അങ്ങനെ നമ്മളെയും കാണും, നമ്മളോടൊന്ന് ചിരിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ അങ്ങനത്തെ ഒരു മനുഷ്യന്. വേറൊരു ഫാമിലി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ബന്ധുക്കാരൊക്കെ വരുന്ന സമയത്ത് നമ്മളെ അങ്ങ് പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വൈകുന്നേരമൊക്കെ ആണ് നമ്മളെ റൂമിലേക്ക് വിളിക്കുന്നത്. അതുവരെ നമ്മൾ ഇങ്ങനെ ഹോസ്പിറ്റൽ റിസപ്ഷനിൽ തന്നെ ഇങ്ങനെ ഇരിക്കണം. വളരെയധികം കാരണം ഞാൻ ഐഡന്റിറ്റിയൊക്കെ ഡിക്ലെയർ ചെയ്ത സമയമാണ്. അപ്പോൾ എനിക്ക് കുറച്ച് തലമുടിയും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് കാണുമ്പോൾ അങ്ങനെയായിട്ട്, അപ്പം മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ പ്രസന്റ് ചെയ്യാനൊരു മടി അവർക്ക്. ഇങ്ങനെ ഒരാളാണ് ഇവിടെ ജോലി ചെയ്യുന്നത് എന്നെനിക്ക് മനസ്സിലായി. അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവർ ഫാമിലി വരുന്ന സമയമാകുമ്പോൾ നമ്മളെ പുറത്തേക്ക് ആക്കുന്നതെന്നും എന്നൊക്കെ എനിക്ക് പിന്നെ മനസ്സിലായി. അപ്പോൾ അവിടെ എനിക്ക് വളരെയധികം നമ്മളെ ആരും ചേർത്ത് പിടിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു ചേർത്ത് പിടിക്കൽ അതൊക്കെ കിട്ടുമ്പോൾ നമ്മളെ ഹാപ്പിയാണ്. അല്ലാതെ ഒരുപാട് ഇങ്ങനെ കാശ് വേണം അല്ലെങ്കിൽ ഒരുപാട് ഇത് വേണം അത് വേണം അങ്ങനെയൊന്നുമില്ല. നമുക്ക് കുറച്ച് ഇത്തിരി ഒരു സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം ഹാപ്പി ആയിരിക്കും. ഞാനൊരു 3ാം ക്ലാസ് വരെ എൻ്റെ അച്ഛൻ്റെ അടുത്തും അച്ഛൻ്റെ അമ്മയുടെ അടുത്തോ, അപ്പോഴെനിക്ക് അച്ഛൻ്റെ അടുത്തോ അമ്മയുടെ അടുത്തോ നിൽക്കാൻ പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞ് അവിടെ അച്ഛൻ്റെ പെങ്ങളുടെ കല്യാണം ആ സമയത്തായിരുന്നു. അപ്പോഴാണ് അവർക്ക് നോക്കാൻ പറ്റാണ്ടായിട്ട് ഞാൻ അച്ഛൻ്റെ അമ്മയുടെ കൂടെ പോകുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ആകെ ഒരു 3 വർഷമേ അച്ഛൻ്റെ അമ്മയുടെ കൂടെ നിന്നിട്ടുള്ളൂ. 7ാം ക്ലാസ്സിൽ ആയ സമയത്ത് അവർ സെപ്പറേറ്റ് ആയി.
അപ്പോൾ ഞാൻ അവിടെ കാണുന്നത് ഭയങ്കര അടിയും വഴക്കും ഒക്കെയാണ് കാണുന്നത്. അച്ഛൻ ഡെയിലി കുടിച്ചോണ്ട് വരിക, അമ്മ അടിക്കുക, അമ്മയുടെ മുടിക്ക് ചുറ്റി പിടിക്കുക, ഭയങ്കര ആ ഒരു കുട്ടിക്കാലാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര പേടിപ്പെടുത്തുന്ന അച്ഛനും അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ഭയങ്കര പേടിയായിരുന്നു ഉള്ളിൽ. അമ്മയാണെങ്കിലും അച്ഛൻ തലേദിവസം വന്നിട്ട് അമ്മയെ ഉപദ്രവിക്കുന്ന ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് അമ്മ പിറ്റേ ദിവസം നമ്മളോട് അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. അമ്മയും മെന്റലി ഓക്കെ അല്ല, അത് നമുക്ക് മനസ്സിലാക്കാനുള്ള പ്രായവും ഇല്ല, നമ്മൾ ചെറുതല്ലേ. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അന്ന് അങ്ങനെ അമ്മ നമ്മളോട് ബിഹേവ് ചെയ്തത് അച്ഛൻ ഇങ്ങനെ തലേദിവസം അങ്ങനെ ബിഹേവ് ചെയ്തുകൊണ്ടായിരിക്കും, അങ്ങനെ അമ്മയോട് പെരുമാറിയോണ്ടായിരിക്കും, ആ ഒരു ദേഷ്യവും സങ്കടവും ഒക്കെ ആയിരിക്കും നമ്മളോട് തീർത്തിട്ടുണ്ടാവുക എന്നൊക്കെ ഉള്ളൊരു ഇതെനിക്ക് ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു അച്ഛൻ്റെ അമ്മയുടെ ഒരു കെയറിങ് കിട്ടാത്ത എനിക്ക് ഭയങ്കര ഒരു. പക്ഷെ ഇപ്പോൾ അമ്മ ഓക്കെ ആണ്, ഭയങ്കര ഇടയ്ക്ക് വരാറുണ്ട്, എനിക്കിഷ്ടമുള്ളതൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരാറുണ്ട്, ഞാൻ പോകുമ്പോഴൊക്കെ ഉണ്ടാക്കി തരാറുണ്ട്, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ എന്നാലും എന്തോ ഒന്ന് അമ്മ എനിക്ക് തരാൻ കുറയ്ക്കുന്നില്ലേന്ന്. അതായിരിക്കും നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് അല്ലേ, മറ്റൊരിടത്തൊക്കെ തേടുന്നത് സ്നേഹത്തിന്റെ ലാക്കായിരിക്കും. അതെനിക്ക് തരുന്നത് അതിൻ്റെ അളവ് എനിക്കെന്തോ ഫുഡൊക്കെ തരുന്നുണ്ട്, എനിക്കിഷ്ടമുള്ള എല്ലാം ഞാൻ ചിലപ്പോൾ പോകുമ്പോൾ പറയും ഇന്നത് വേണമെന്ന് പറയുമ്പോൾ അതൊക്കെ ഉണ്ടാക്കി തരാറുണ്ട്. പക്ഷെ സ്നേഹം വിളമ്പുമ്പം അമ്മ ഒരു പാത്രത്തിൽ കുറച്ച് കൂടുതൽ വിളമ്പുന്നുണ്ടോ എന്നൊക്കെ ഡൗട്ട്. ചിലപ്പോൾ ഡൗട്ടായിരിക്കും. ശരിക്കും നമ്മുടെ കൂടെ നിൽക്കുന്ന ഇപ്പോൾ പാർട്ട്ണറോ ആയിട്ട് വരുന്നവരോ ഇല്ലെങ്കിൽ ലവേഴ്സായിട്ട് നമ്മുടെ കൂടെ വരുന്നവരോ ഒക്കെ ഈ സീമയെ ശരിക്കും അഡ്രസ്സ് ചെയ്യാറുണ്ടോ? ഇങ്ങനെ ഒരു സ്നേഹത്തിന്റെ ലാക്ക് അനുഭവിക്കുന്ന ഒരു സീമയെ ശരിക്കും അഡ്രസ്സ് ചെയ്യാറുണ്ടോ? ഞാന് പെട്ടെന്ന് തന്നെ ദേഷ്യം വരുന്ന ഒരാളാണ്, പുള്ളിയും പെട്ടെന്ന് തന്നെ ദേഷ്യം വരുന്ന ഒരാളാണ്. ലാസ്റ്റ് നമ്മൾ വഴക്കൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്നിച്ചിരിക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയം ഇങ്ങനെ പറയും, നീ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും നിന്റെ ഉള്ളിൽ നീ പാവാണെന്നറിയാം. അങ്ങനെ പറഞ്ഞാണ് എന്നെ പുള്ളി വീഴ്ത്തുന്നത്. അത് പറയും നീ ഇതാണെന്ന് അറിയാം, പക്ഷെ നീ ഇങ്ങനെ പൊട്ടിത്തെറിയാം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതൊക്കെ ആയിട്ടും ആ ഒരു ഇത് പുള്ളി മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ പുള്ളിയും ഭയങ്കര ഒറ്റ മോനാണ് എങ്കിലും ഒക്കെ ഭയങ്കര ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് സ്നേഹം എന്താന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. അതാണ് എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം. അതാണ് നന്നായിട്ട് പോവാൻ സാധിക്കട്ടെ എന്നാണ് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾ രണ്ടാളും ഒരുപാട് സ്നേഹമൊന്നും കിട്ടാണ്ട് ഒരുപാട് ഇങ്ങനെ പുള്ളി ഇങ്ങനെ ഒരുപാട് കെയറിങ് ഇഷ്ടപ്പെടുന്നതും സ്നേഹം ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇങ്ങനെ എക്സ്പ്രസ് ചെയ്ത് നമ്മൾ സ്നേഹം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. സ്നേഹം ഉണ്ടാവണം എപ്പോഴും, എപ്പോഴും നമ്മുടെ ഓരോ മൊമെന്റിലും ഇങ്ങനെ നമ്മൾ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ ചില സമയം ഞാൻ ഈ ബിസി ആയിരിക്കുന്ന സമയം ഇന്ന് എന്നെ വളരെയധികം ഓട്ടത്തിനിടയിലാണ് നമ്മളെ ഈ കണ്ടുമുട്ടല്. ആ ഒരു സമയത്ത് തന്നെയും എനിക്ക് ആ ഒരു എന്താ പറയാ, നമ്മൾ ആ ഒരു സ്നേഹത്തിന്റെ ഒരു ചെറിയൊരു പരിഗണന കൊടുക്കാൻ എവിടെയോ ഞാൻ ഇന്ന് മിസ്സായിട്ടുണ്ട്. പക്ഷെ ആ ഒരു ഓട്ടത്തിന്റെ ഇടയിലാണ്. പക്ഷെ പുള്ളി അവിടെ എന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഞങ്ങള് രാത്രിയിലാണ്, കാരണം പുള്ളിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പൊ രാത്രിയിലാണ് സംസാരിക്കാനുള്ള സമയം ഞങ്ങൾക്ക് കൂടുതൽ ഉണ്ടാവാറ്. കാരണം പകല് പുള്ളി നല്ല ഉറക്കമായിരിക്കും, പകല് ഞാൻ കംപ്ലീറ്റ് ഞാനും എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ തിരക്കായിരിക്കും. അപ്പൊ ആ സമയം വർക്കുള്ള സമയം ഒട്ടും എനിക്ക് സംസാരിക്കാനും പറ്റില്ല. അപ്പൊ ആ ഒരു മിസ്സിങ് ഭയങ്കര പരിഭവമാണ് പുള്ളിക്ക്. ആണ്. അപ്പൊ ഭയങ്കര ഒരു പരിഭവമാണ്. അതിപ്പോ എനിക്കാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. എൻ്റെ ഒരു സമയത്ത് ആ സ്നേഹം കിട്ടണം എന്ന് ഞങ്ങൾ രണ്ടാളും ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ബോണ്ടിങ് ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഈ സ്നേഹം കിട്ടാത്തത് കൊണ്ട് തന്നെ സീമയ്ക്ക് കൂടുതൽ കൊടുക്കാനുള്ളൊരു ആവേശം ഉണ്ടാവുമല്ലോ. നമുക്ക് കിട്ടാത്തൊരു സാധനം നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ ഭയങ്കര വാശി കാണിക്കും നമ്മള്. തീർച്ചയായിട്ടും. അപ്പോ ചില സമയം നമ്മൾ അങ്ങനെ എക്സ്പ്രസ് ചെയ്യുമ്പം അത്ര ഇത് കാണിക്കുമ്പോഴത്തേക്ക് പുള്ളി ശരിക്കും അതിന്റെ അഭിനയമാണോ എന്ന് വിചാരിക്കാറുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന അങ്ങനെ ഒരു അഭിനയം ആണോ, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഇത്ര ഇതായിട്ട് ഞാൻ വളരെയധികം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്ന ഒരാളാണ്. അത് നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഒരു ബർത്ത്ഡേ ആയാലും അല്ലെങ്കിൽ വേറൊരു കാര്യമായാലും വേറൊരു ഇവന്റ് ആയാലും ലൈഫിലുണ്ടാവുന്ന ഒരു ഇവന്റ് ആണെങ്കിലും പിന്നെ നമ്മുടെ ലൈഫിൽ അത് ഉണ്ടാവില്ല. അപ്പൊ അതിൽ മാക്സിമം സന്തോഷിക്കണം എന്നുള്ളതാണ്. പിന്നെ ആ മൊമെന്റ് ഒരിക്കലും ഉണ്ടാവില്ല. അത് ഇപ്പൊ കുറെ കാലമായിട്ടാണ് എനിക്ക് അങ്ങനെ, അല്ലെങ്കിൽ മുമ്പ് ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷെ ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത് നമ്മളെ ലൈഫിൽ കടന്നു പോകുന്ന ഓരോ മൊമെന്റും, ഇനി ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഉണ്ടാവണമെന്നില്ല, ഈ മൊമെന്റ് ഞാൻ എൻജോയ് ചെയ്യുന്നു.
നല്ലൊരു മൊമെൻ്റ് ആണ്. നമ്മൾ സംസാരിച്ചു, കുറേ ഓപ്പൺ അപ്പ് ആവാൻ പറ്റി. അപ്പോൾ ആ ഒരു മൊമെന്റ് ചിലപ്പോൾ ഇനി ഉണ്ടാവില്ല. അത്രയും നമ്മൾ എന്താ പറയുക, കൂളായിരിക്കുക, നമ്മളത് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു വീർപ്പ് മുട്ടലിലൂടെ കടന്നു പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരുടെ ഐഡൻറ്റിറ്റി ഒന്ന് തുറന്ന് പറയാൻ, അവർ സ്വതന്ത്രമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ ഭൂമി എല്ലാവർക്കും ഉള്ളതല്ലേ. ഇപ്പോൾ നിങ്ങൾക്കുള്ള പോലെ അല്ലാണ് എനിക്കും മറ്റുള്ള മനുഷ്യർക്കും ഒക്കെ ഉള്ളത്. അപ്പോൾ അവർക്കും അവരുടേതായ സ്പേസുകളുണ്ട്. ആ സ്പേസിനെ നമ്മൾ കവർന്നെടുക്കാതെ അവർ വേണ്ട ജീവിത രീതി അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഇത് അവർ നേടിയെടുത്തോളും. പക്ഷെ അതിന് തടസ്സമാവരുത്, ബുദ്ധിമുട്ടിക്കരുത് മനുഷ്യരെ.